ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ വർക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് അധികം വെറുപ്പിക്കാതെ അതിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് ഗ്രില്ലിലാണെങ്കിൽ ആകെ ഒരു ബർഗറായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. മച്ചാനാണെങ്കിൽ നല്ല പാസ്ത ഓർഡർ ഉണ്ടായിരുന്നു. മച്ചാൻ തീ പറത്തി നിന്ന് അടിയാണ്. പുള്ളി തീ പറത്തനെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കൊന്ന് തീ പറത്തണമെന്ന്. അതങ്ങോട്ട് ആളിക്കെത്തി ഗൈസ്. ഞാൻ ഒരു രീതിയിൽ ഊതി കെടുത്തിയത്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പൊ പഠിച്ച് നമ്മൾ പിസ അടിക്കാനും തുടങ്ങി. പിസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നിസ്സാര കേസുള്ളൂ ഗൈസ്. നമ്മൾ വിചാരിക്കണ പോലെ വലിയ സെറ്റപ്പുള്ള കാര്യമൊന്നുമല്ല. അതിന്റെ ഓക്ക് റെഡിയാക്കി അതിനകത്ത് നമ്മുടെ പിസ സോസ് സ്പ്രെഡ് ചെയ്യാന്നുള്ള കേട്ടോ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വേണ്ട നമ്മുടെ ടോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ചെയ്ത് വെച്ചാൽ പിസ നേരെ ഓവനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇത്തിരി പണിയുള്ള പരിപാടി. പിന്നെ നമ്മളതൊക്കെ പഠിച്ചു, നമ്മളാരാ മുതല്. പിന്നെ കുക്കായ പാസ്ത നേരെ കുറച്ച് ഒറിഗാനോയും ഗാർണിഷ് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കേട്ടോ. എനിക്കെൻ്റെ ഷിഫ്റ്റിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ക്ലോസിങ്. പിന്നെ ദൈവം സഹായിച്ച എനിക്ക് എന്നും ക്ലോസിങ് ഷിഫ്റ്റ് തന്നെ കിട്ടാറും. ഇതിൻ്റെ അകത്ത് നമുക്ക് മടിയൊന്നും വിചാരിക്കാൻ പറ്റില്ലോ. ജോലി ചെയ്താലാണല്ലോ പൈസ കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ആശ്വാസം. ഇതാണ് ഞങ്ങളുടെ ഹെഡ് ഷെഫ്. പുള്ളി നല്ലപോലെ പണിയെടുക്കും കേട്ടോ. നമുക്ക് മാത്രമായിട്ട് ഏൽപ്പിച്ചു തരാറില്ല ഒന്നും. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള അടിച്ചു വാരുക എന്നുള്ളത്. ആ അടിച്ചു വാരുന്നതിൻ്റെ ഇടയ്ക്കോ ഒരു കിടിലം പണിയും കിട്ടി. ഒടിഞ്ഞു പോയി ഗൈസ്. ആത്മാർത്ഥമായ അടിയായതുകൊണ്ട് ഒടിഞ്ഞു പോയി ഗൈസ്. ഒരു രീതിയിൽ നമ്മൾ ആ ചൂലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ അടിച്ച് വൃത്തിയാക്കിട്ടോ. ലാസ്റ്റ് നമ്മുടെ തൊടയാണ് പരിപാടി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ നമ്മുടെ മച്ചാൻ നിന്ന് വൈപ്പ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇങ്ങ് താട്ടുന്ന. മച്ചാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാന്ന്. പാവാണ് കേട്ടോ പുള്ളി എൻ്റെ പണിയായിരുന്നു അത്. പുള്ളി നൈസായിട്ട് വന്ന് നമ്മുടെ കിച്ചണൊക്കെ വൈപ്പ് ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്തിട്ടോ. ഒപ്പിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടോ. ഞാൻ നേരെ പോയി ഹെഡ് ഷെഫിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പൊക്കോട്ടേന്ന്. മച്ചാൻ പറഞ്ഞു വിട്ടോ, നീ വീട്ടിൽ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ.